ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹൈറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മളെല്ലാവരും ഓംലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സബോള ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് പൊടികൾ ആവശ്യമുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ട് നമ്മുടെ മുട്ട നമുക്ക് കലക്കി വെച്ച മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വരണം കേട്ടോ. വെന്ത് വന്ന ശേഷം നമുക്കതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഒരു കിടിലൻ മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ ബൈ.